ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 6 ടൈപ്പ് ഓഫ് പോവർട്ടി അവരെയാണ് പറഞ്ഞത്. അതായത് ഏതൊക്കെയാണ് 6 ടൈപ്പ് ഓഫ് പോവർട്ടി എന്നുള്ളത്. ഏതൊക്കെയായിരുന്നു? സിറ്റുവേഷണൽ, ജനറേഷണൽ, അബ്സല്യൂട്ട്, റിലേറ്റീവ്, അർബൻ ആൻഡ് റൂറൽ എന്നിങ്ങനെ 6 ടൈപ്പ് ഓഫ് പോവർട്ടീസാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓരോ ടൈപ്പ് പോവർട്ടിയും എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഫസ്റ്റ് ഇസ് സിറ്റുവേഷണൽ പോവർട്ടി. ദിസ് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പോവർട്ടി ഈസ് യൂഷ്വലി temporary as it involves a crisis or loss occurring. Events connected with situational poverty include environmental disaster, divorce or severe health problems. A good example of situational poverty caused by an environmental disaster would be the destruction of New Orleans after Hurricane Katrina. Many people were homeless, lost their jobs and had nothing to their name. The fall of the economy can also be considered an event that could cause situational poverty. അതായത് ഈ സിറ്റുവേഷണൽ പോവർട്ടി എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പോവർട്ടിയിൽ സാധാരണ അതെന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആയിട്ട് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് പോവർട്ടിയാണ്. അതായത് എന്തെങ്കിലും ക്രൈസിസിൻ്റെ ബേസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടത്തിൻ്റെ ബേസിലോ ഒക്കെ ടെമ്പററി ആയിട്ട് ഉണ്ടാകുന്ന ഒരു പോവർട്ടിയാണ് സിറ്റുവേഷണൽ പോവർട്ടി എന്ന് പറയുന്നത്. അതിനകത്ത് വേണമെങ്കിൽ അതൊരു ഡിവോഴ്സ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എൻവിയോൺമെൻറ്റൽ ഡിസാസ്റ്റർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ആവാം. അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഉണ്ടാകുന്ന പോവർട്ടീനെ നമ്മൾ പറയുന്നത്, അത് ടെമ്പററി ആയിട്ട് ഉണ്ടാകുന്ന പോവർട്ടീനെ പറയുന്ന പേരാണ് സിറ്റുവേഷണൽ പോവർട്ടി. അതിന് നല്ലൊരു എക്സാമ്പിളാണ്, അതായത് ഹുരിക്കേൻ കട്രീന എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് വീശിയതിന് ശേഷം ന്യൂ ഓർലിയൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു ഡിസ്ട്രക്ഷൻ, ഉണ്ടായ ഒരു നാശം ഈ സിറ്റുവേഷണൽ പോവർട്ടിക്ക് ഒരു ഗുഡ് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് അവരുടെ ജോലി നഷ്ടമായി, വീട് നഷ്ടമായി, എല്ലാം നഷ്ടമായി. അതായത് ഇതൊരു എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ മൂലം സംഭവിച്ച ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു നഷ്ടമാണ്. അത് പിന്നീട് അത് മാറിക്കഴിഞ്ഞപ്പോഴേക്കും അവർക്കതെല്ലാം റീഗെയിൻ ചെയ്യാനായിട്ടും സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ടെമ്പററി ആയിട്ടുണ്ടായ ഒരു പോവർട്ടിയാണിത്. അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷണൽ പോവർട്ടി കാരണം അവിടുത്തെ ഇക്കണോമിക്ക് തന്നെ ചെറിയൊരു ഫോൾ ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അത് സാമ്പത്തികമായി അവർ കുറച്ച് ബാക്കിലേക്ക് ആവുന്നതിനായിട്ടുള്ളൊരു കാരണവും കൂടെ ഉണ്ട്. അടുത്തതാണ് ജനറേഷണൽ പോവർട്ടി. ദിസ് ടൈപ്പ് ഓഫ് പോവർട്ടി ഇൻവോൾവ്സ് ദ ബർത്ത് ഓഫ് 2 generations into poverty because they were born into these situations. They usually don't have the tools to help get themselves out of it. അതായത് ജനറേഷണൽ പോവർട്ടി എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താ പറയുക, ബൈ ബർത്ത് തന്നെ നമ്മൾ പോവർട്ടിയിലേക്ക് അകപ്പെടുക. അതിനെയാണ് നമ്മൾ ജനറേഷണൽ പോവർട്ടി എന്ന് പറയുന്നത്. അതായത് ജനിക്കുമ്പോൾ തന്നെ നമ്മളൊരു പോവർട്ടി ആയിട്ടുള്ളൊരു ഫാമിലിയിൽ ജനിക്കുക, അല്ലെങ്കിൽ ബൈ ബോൺ തന്നെ, അല്ലെങ്കിൽ ബൈ ബർത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പോവർട്ടിയിലേക്ക് അകപ്പെട്ട് പോവുക. അതിനെയാണ് നമ്മൾ ജനറേഷണൽ പോവർട്ടി എന്ന് പറയുന്നത്. അത് ഒരു ജനറേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ജനറേഷൻ ആകാം. അങ്ങനെ ടൈപ്പിൽ നീണ്ടു നിൽക്കുന്ന ടൈപ്പ് ഓഫ് പോവർട്ടിയാണ് ജനറേഷണൽ പോവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മൾ എന്താ പറയുക, ഈ ഒരു പോവർട്ടി സിറ്റുവേഷനിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബോൺ ചെയ്ത് വരിക. പക്ഷേ നമുക്ക് സാധാരണയായിട്ട് അതിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു ജനറേഷണൽ പോവർട്ടിയിൽ നിന്നും ഗെറ്റ് റിഡ് ആകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ മാറി കിട്ടുക എന്ന് പറയുന്നത് ഒരു കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനിയും അടുത്തതാണ് അബ്സല്യൂട്ട് പോവർട്ടി. People in the absolute poverty don't even have basic necessities like a roof over their head, food and water. They're only focused to surviving each day as it comes. They don't have minimum income to meet requirements to live. They are absolutely poor. The absolute measure of a poverty of a person is the difference between the required minimum income and his actual income. David Gordonson paper, Indicators of Poverty and Hunger for the United Nations, further defines absolute poverty as the absence of any two of the following 8 basic needs. അതായത് അബ്സല്യൂട്ട് പോവർട്ടി എന്ന് വെച്ചാൽ പീപ്പിളിന് അവരുടെ ബേസിക് നീഡ്സ് പോലും നടത്താനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. അതായത് അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡില്ല, വാട്ടറില്ല, ഷെൽട്ടറില്ല, അങ്ങനെ ഒരു കാര്യം പോലും ഇല്ല. അവരുടെ ആകെപ്പാടെ അവർക്കുള്ള ലക്ഷ്യമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു ദിവസം കഴിഞ്ഞു പോകുക, പിറ്റേ ദിവസം ആകുമ്പോഴും എങ്ങനെയെങ്കിലും ആ ദിവസം ഒന്ന് കഴിഞ്ഞു പോകുക, അങ്ങനെയുള്ളൊരു ചിന്താഗതിക്കാർ ഉള്ളവരായിരിക്കും ഈ അബ്സല്യൂട്ട് പോവർട്ടിയിൽ ഇൻക്ലൂഡഡ് ആകുക. സത്യം പറഞ്ഞാൽ അവർക്ക് അവരുടെ ബേസിക് റിക്വയർമെൻറ്റ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻകം പോലും അവർക്ക് ഇല്ല. അപ്പോൾ അവരെയാണ് നമ്മൾ ശരിക്കും അബ്സല്യൂട്ട്ലി പുവർ ആയിട്ടുള്ള പീപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള ഒരു കാര്യം പോലും അവർക്ക് ലഭ്യമല്ല, ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല. സത്യം പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാനായിട്ടുള്ളതൊന്നുമില്ല. അങ്ങനെ
ഈ നമ്മൾ അബ്സല്യൂട്ട് പോവർട്ടിയുടെ മെഷർമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അവർക്ക് അവരുടെ ആക്ച്വൽ ഇൻകവും അതുപോലെ തന്നെ അവരുടെ മിനിമം റിക്വയർമെൻറ്റ്സ് നടത്തുന്നതിനുള്ള എമൗണ്ടും കൂടെ തമ്മിലുള്ള ഡിഫറൻസിനെ എടുത്തിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് പോവർട്ടിയുടെ ലെവൽ എത്രത്തോളം അല്ലെങ്കിൽ ഡിഗ്രി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ചിലർക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബേസിക് റിക്വയർമെൻറ്റ്സ് നടത്താൻ ഒരാൾക്ക് അല്ലെങ്കിൽ ഈ അബ്സല്യൂട്ട് പോവർട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പം ബേസിക് റിക്വയർമെൻറ്റ്സ് നടത്താൻ ദിവസേനയുള്ള കണക്കാണ് പറയുന്നത്. ദിവസം ഒരു 50 രൂപ വേണമെന്ന് വെക്കുക ബേസിക് റിക്വയർമെൻറ്റ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അയാൾക്ക് ആകെപ്പാടെ 30 രൂപ മാത്രമേ ഇൻകം ഉള്ളൂ. പക്ഷേ അപ്പോഴും അവിടെ ഒരു 20 രൂപയുടെ ഒരു ഡിഫറൻസ് വന്നു. വേറൊരാൾക്കാണെങ്കിൽ ബേസിക് റിക്വയർമെൻറ്റ്സ് നടത്താനായിട്ട് 50 രൂപ ആവശ്യമുണ്ട്. പക്ഷേ അയാളുടെ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? വെറും 20 രൂപയായിരിക്കും. ചിലർക്ക് എന്താ പറയുക വേറൊരാളാണെങ്കിൽ 50 രൂപ ബേസിക് റിക്വയർമെൻറ്റ് നടത്താൻ ആവശ്യമാണെങ്കിൽ ചിലപ്പം അയാൾക്ക് ഒരു ഇൻകമും കാണത്തില്ല. അപ്പോൾ അബ്സല്യൂട്ട് പോവർട്ടിയുടെ ഡിഗ്രി അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ കമ്പയർഡ് ടു ബാക്കിയുള്ളവർ. ഓക്കെ, അപ്പോൾ അങ്ങനെ തമ്മിൽ നമുക്ക് കിട്ടുന്ന ഇൻകവും നമുക്ക് ബേസിക് റിക്വയർമെൻറ്റ്സ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ അബ്സല്യൂട്ട് പോവർട്ടിയുടെ മെഷർമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനിയും ഡേവിഡ് ഗോസൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ അദ്ദേഹത്തിൻ്റെ പേപ്പറിൽ അദ്ദേഹം ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പോവർട്ടി ആൻഡ് ഹങ്കർ എന്ന് പറയുന്ന ഒരു പേപ്പർ എഴുതി. അത് US അവിടെ അദ്ദേഹം എന്താ പറയുന്നത് അബ്സല്യൂട്ട് പോവർട്ടിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ആ ഒരു പേപ്പറിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് താഴെ തന്നിരിക്കുന്ന 8 ബേസിക് നീഡ്സ് കിട്ടാത്തവരെയാണ് നമ്മൾ അബ്സല്യൂട്ട് പോവർട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പേപ്പറിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് ആ 8 ബേസിക് നീഡ്സ് എന്നുള്ളതാണ് താഴെ പറയുന്നത്. ഫുഡ് ബോഡി മാസ് ഇൻഡെക്സ് മസ്റ്റ് ബി എബോവ് 16. അതായത് ഫുഡ് കിട്ടാണ്ട് വരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ BMI എന്ന് പറയുന്നത് 16 മുകളിലായിരിക്കണം BMI എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടാണ്ട് വരിക. അതുപോലെ തന്നെ സേഫ് ഡ്രിങ്ക് വാട്ടർ മസ്റ്റ് നോട്ട് കം സ്ലോലി ഫ്രം റിവേഴ്സ് ആൻഡ് പോണ്ട്സ് ആൻഡ് മസ്റ്റ് അവൈലബിൾ നിയർ ബൈ. അതായത് നമുക്ക് സേഫായിട്ട് ഡ്രിങ്കിങ് വാട്ടർ കിട്ടണം. അതായത് 15 മിനിറ്റിൽ താഴെ മാത്രം നടന്ന് ചെന്ന് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം വേണം. സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ടോയ്ലറ്റ്സ് ഓർ ലാട്രിൻസ് മസ്റ്റ് ബി ആക്സസിബിൾ ഇൻ ഓർ നിയർ ദ ഹോം. അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് ഒക്കെ നമ്മളുടെ വീടിനടുത്ത് തന്നെ വേണം. അത് സാനിറ്റേഷൻ ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അടുത്ത ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ് മസ്റ്റ് ബി റിസീവ്ഡ് ഫോർ സീരിയസ് ഇൽനെസ് ആൻഡ് പ്രഗ്നൻസിക്കും അതുപോലെ തന്നെ സീരിയസ് ഇൽനെസ്സിനും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടണം. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആ ഒരു നീഡാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഷെൽട്ടർ ഹോം മസ്റ്റ് ഹാവ് ഫീവർ ദാൻ 4 people ലിവിങ് ഇൻ ഈച്ച് റൂംസ്. ഫ്ലോർസ് മസ്റ്റ് നോട്ട് ബി മെയ്ഡ് ഓഫ് സോയിൽ മഡ് ഓർ ക്ലേ. അതായത് നമുക്ക് ഷെൽട്ടർ വേണം. അതായത് ഷെൽട്ടറിൻ്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് വേണം. അത് ഒരു റൂമിൽ 4 പേർക്ക് താമസിക്കാൻ കഴിയുന്ന രീതിയിലെങ്കിലുമുള്ള വീട് വേണം. അതുപോലെ തന്നെ ഓരോ വീടിൻ്റെയും വോൾസ് സോയിൽ മഡ് ക്ലേ ഇതുകൊണ്ടൊന്നും ഉണ്ടാക്കാനായിട്ടും പാടില്ല. അതായത് ബെറ്റർ ഫെസിലിറ്റിയോട് കൂടി തന്നെ ആളുകൾക്ക് താമസിക്കാൻ തക്കവണ്ണമുള്ള വീട് ആയിരിക്കണം. എഡ്യൂക്കേഷൻ എവ്രിവൺ മസ്റ്റ് അറ്റൻഡ് സ്കൂൾ ഓർ അതർവൈസ് ലേൺ ടു റീഡ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക സ്കൂളിൽ പോയി പഠിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വായിക്കാനെങ്കിലും ആളുകൾക്ക് അറിയാമായിരിക്കണം. അതായത് സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയാത്തവർക്ക് വായിക്കാനെങ്കിലും അറിയാമായിരിക്കണം. ഇൻഫോർമേഷൻ എവ്രിവൺ മസ്റ്റ് ഹാവ് ആക്സസ് ടു ന്യൂസ് പേപ്പേഴ്സ് റേഡിയോസ് ടെലിവിഷൻസ് കമ്പ്യൂട്ടേഴ്സ് ഓർ ടെലിഫോൺ അറ്റ് ഹോം. എല്ലാവർക്കും ന്യൂസ് പേപ്പർ ലഭ്യമാകണം. റേഡിയോസ് ടെലിവിഷൻസ് അല്ലെങ്കിൽ ഫോൺ കമ്പ്യൂട്ടർ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു നോളജും ഉണ്ടാവണം. അതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് അറിയാമായിരിക്കണം. അതായത് പത്രം വായിക്കുക, അതിൽ നിന്നും ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുക. അപ്പം മെയിനായിട്ടും ഇതൊക്കെ കൊണ്ട് ഈ ഒരു ഫെസിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് എന്താ പറയുക ഒരു സാമൂഹ്യപരമായി കുറച്ച് അറിവ് നേടിയെടുക്കുക എന്നുള്ളൊരു മീനിങ്ങോട് കൂടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത ആക്സസ് ടു സർവീസ് എല്ലാ സർവീസുകളും അവർക്ക് ലഭ്യമാക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു അറിവുണ്ടാവുക. അങ്ങനെ മൊത്തം 8 നീഡ്സ് ഇല്ലാത്തവരെയാണ് നമ്മൾ അബ്സല്യൂട്ട് പോവർട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഈ ബേസിക് നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ അബ്സല്യൂട്ട് പോവർട്ടിയിൽ ഇൻക്ലൂഡഡ് ആകുന്നവരെ അല്ല. ഇനി അടുത്ത 4ാമത്തെ ടൈപ്പ് ഓഫ് പോവർട്ടിയാണ് റിലേറ്റീവ് പോവർട്ടി എന്ന് പറയും.
This type of poverty is known as relative poverty because it is related to average standard of living in that person's society. അതായത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയുടെ ആവറേജ് ലിവിങ് കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടൈപ്പ് ഓഫ് പോവർട്ടിയാണ് എന്താ പറയുക റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത്. ഇഫ് എ ഫാമിലീസ് ഇൻകം ഇസൻ ഇനഫ് ടു മീറ്റ് ദ ആവറേജ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ദേ ആർ കൺസിഡർഡ് ടു ബി റിലേറ്റീവ് പോവർട്ടി. അതായത് ആ സമൂഹത്തിലെ ആവറേജ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇനി അതുമായിട്ട് നമുക്ക് അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ചെയ്ത് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ ഈക്വൽ ചെയ്ത് പോകാൻ കഴിയാത്ത ഇൻകം ലഭിക്കുന്ന ഫാമിലീനെയാണ് നമ്മൾ ഈ റിലേറ്റീവ് പോവർട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. Relative poverty make a pair vision wise comparison. For instance, by making a comparative studies of income of A and B, we come to the conclusion A is poorer than B. Relative poverty is relative inequality. അപ്പോൾ മെയിനായിട്ടും നമ്മുടെ ഈ പേര് നെയിം സജസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒന്നിനെ വെച്ച് റിലേറ്റ് ചെയ്താണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എ ബി എന്നുള്ളൊരു ഫാമിലി കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്താണ് എപ്പോഴും നമ്മൾ റിലേറ്റീവ് പോവർട്ടിയിൽ പറയുക. അതായത് ബിയെ കഴിയും ഇത്രത്തോളം പുവറാണ് എ, അല്ലെങ്കിൽ സി ഡി എന്നാണെങ്കിൽ സിയെ കഴിഞ്ഞും ഇത്രത്തോളം പുവറാണ് ഡി. അപ്പോൾ ഒരു കമ്പാരിസൺ വെച്ചിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ഈ ഒരു പോവർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുക. റിലേറ്റീവ് പോവർട്ടി ഈസ് റിലേറ്റീവ് ഇൻഇക്വാലിറ്റി. മെയിനായിട്ട് നമ്മൾ ഇൻഇക്വാലിറ്റിയാണ് അതിലൂടെ എന്താ പറയുക പുറത്തേക്ക് കാണിക്കുന്നത്. ദ റിലേറ്റീവ് പോവർട്ടി മെഷർ ഈസ് യൂസ്ഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ദ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്, ദ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് കനേഡിയൻ പോവർട്ടി റിസർച്ചർ. ഇൻ യൂറോപ്യൻ യൂണിയൻ ദ റിലേറ്റീവ് പോവർട്ടി ഈസ് മെഷർഡ് ഈസ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ആൻഡ് മോസ്റ്റ് ക്വാറ്റഡ് ഫോർ EU സോഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് പല ഓർഗനൈസേഷൻസും, അതായത് UNDP, UNICEF, OECD, കനേഡിയൻ പോവർട്ടി റിസർച്ചർ, അങ്ങനെ പല ഓർഗനൈസേഷൻസും ഈ ഒരു റിലേറ്റീവ് പോവർട്ടി മെഷർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതിൻ്റെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാമെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻ ദ യൂറോപ്യൻ യൂണിയനിൽ റിലേറ്റീവ് പോവർട്ടി നമ്മൾ എന്താ പറയുക ഈസ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ആൻഡ് മോസ്റ്റ് ക്വാറ്റഡ് ഓഫ് EU സോഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് EU ഉദ്ദേശിക്കുന്ന യൂറോപ്യൻ യൂണിയൻ്റെ സോഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡിക്കേറ്റേഴ്സിൽ തന്നെ നമ്മൾ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടും, അതായത് ഏറ്റവും മുൻനിരയിലും അതുപോലെ തന്നെ മോസ്റ്റ് എന്താ പറയുക ഏറ്റവും പ്രധാനമായും നമ്മൾ കാണിക്കുന്നതാണ് നമ്മുടെ ഈ റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ഒരു ആവറേജ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനോട് ഈക്വലായിട്ട് വരാത്ത എത്രത്തോളം ഫാമിലീസ് ഉണ്ട്. അങ്ങനെ കമ്പയർ ചെയ്ത് യൂറോപ്യൻ യൂണിയനിൽ അവർ ആ ഒരു ഇത് കൂടുതലായിട്ടും എംഫസൈസ് ചെയ്ത് കാണിക്കുവാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത അഞ്ചാമത്തെ ടൈപ്പ് പോവർട്ടിയാണ് അർബൻ പോവർട്ടി. ദിസ് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പോവർട്ടി ഈസ് ഓൺലി ഫോർ മെട്രോപൊളിറ്റൻ ഏരിയസ് വിത്ത് പോപ്പുലേഷൻ ഓവർ 50,000. Overcrowding, violence, noise and poor community health programs make it even more difficult for people suffering from this type of poverty to get out of it. അതായത് അർബൻ പോവർട്ടി സാധാരണയായിട്ട് നമ്മൾ മെട്രോപൊളിറ്റൻ ഏരിയാസിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പോവർട്ടിനെ പറ്റി പറയാറ്. മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് വെച്ചാൽ 50,000 ആളുകളിൽ കൂടുതൽ താമസിക്കുന്ന ടൈപ്പ് ഓഫ് ഏരിയാസ്. അവിടെ തിങ്ങി പാർക്കുന്ന ഏരിയാസ് എന്നൊക്കെ നമ്മൾ പറയല്ലോ, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ബാംഗ്ലൂർ അതുപോലുള്ള ഏരിയാസ്. അപ്പോൾ അങ്ങനെ അവിടെ ആയിരിക്കും ആ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ മെയിൻലി ഈ അർബൻ പോവർട്ടിയുടെ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ ഓവർ ക്രൗഡിങ് ആയിരിക്കും, അതായത് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ടായിരിക്കും, ഭയങ്കര നോയ്സ് ആയിരിക്കും, പുവർ കമ്മ്യൂണിറ്റി ഹെൽപ്പ്, അതായത് നമുക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഒന്നും അവിടെയുള്ള ആളുകൾക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നവരെയാണ് നമ്മൾ മെയിനായിട്ട് അർബൻ പോവർട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത്. ഇനി അടുത്തത് റൂറൽ പോവർട്ടിയാണ്. ആറാമത്തേത് റൂറൽ പോവർട്ടി. ലൈക്ക് അർബൻ പോവർട്ടി എബോവ് ദ റൂറൽ പോവർട്ടി ഒക്കേഴ്സ് ഓൺലി ഇൻ എ സ്പെസിഫിക് ഏരിയ ടൈപ്പ്. ദീസ് ആർ ദ നോൺ മെട്രോപൊളിറ്റൻ വിത്ത് പോപ്പുലേഷൻ ബിലോ 50,000. അതായത് അർബൻ പോവർട്ടി പോലെ തന്നെ നമ്മൾ ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ പറയുന്നതാണ് ഈ റൂറൽ പോവർട്ടിയും. പക്ഷേ ഇത് റൂറൽ പോവർട്ടി എന്ന് പറയുമ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയാസ് ഒന്നും ആവണമെന്നില്ല. 50,000-ൽ കുറവ് ആളുകൾ താമസിക്കുന്ന ഏരിയയിലാണ് നമ്മൾ ഈ എന്താ പറയുക റൂറൽ പോവർട്ടി കൺസിഡർ ചെയ്യുന്നത്.
The lower population limits services available for people struggling financially and lack a job opportunities only compounds the problem. അതായത് എന്താ പറയുക, വളരെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഏരിയയിൽ വളരെ കുറവായിരിക്കും. പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് ആവശ്യത്തിനുള്ള ജോലി ലഭിക്കാതെ വരിക, അതുകൊണ്ട് തന്നെ അവർ ഫിനാൻഷ്യലി കുറച്ച് ബാക്ക്വേർഡ് ആകുക. അപ്പം ഇതൊക്കെയാണ് അവരുടെ മെയിൻ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. പോപ്പുലേഷൻ ലിമിറ്റൊക്കെ കുറവായിരിക്കും, പക്ഷെ അവർക്ക് അത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണില്ല. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി അവർ കുറച്ച് ബാക്ക്വേർഡ് ആയിരിക്കും. ആ ഒരു ടൈപ്പിലുള്ള ആളുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് റൂറൽ പോവർട്ടിയിൽ. അപ്പം ഇങ്ങനെ മൊത്തം 6 പോവർട്ടീസാണ് കൊടുത്തിരിക്കുന്നത്, 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോവർട്ടീസ്. അതിന് ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻസുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് പോവർട്ടി സ്കെയിൽ വേരിയേഷൻ എമംഗ് നേഷൻസ്. ഇനി പോവർട്ടിയുടെ സ്കെയിൽ എങ്ങനെയാണെന്നുള്ളതാണ്, അത് നേഷൻ തിരിച്ച് കണക്കുകൾ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ദ പോവർട്ടി സ്കെയിൽ ഓർ പോവർട്ടി ലൈൻ ഇസ് ദ മിനിമം ലെവൽ ഓഫ് ഇൻകം ഡീംഡ് ആഡിക്വേറ്റ് ഇൻ എ പർട്ടിക്കുലർ കൺട്രി. അതായത് പോവർട്ടി ലൈൻ അല്ലെങ്കിൽ പോവർട്ടി സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ കൺട്രിയിൽ ഒരു മിനിമം ഇൻകം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഇതിനെയാണ് നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ലെവലിലെയാണ് നമ്മൾ പോവർട്ടി ലൈൻ അല്ലെങ്കിൽ പോവർട്ടി സ്കെയിൽ എന്നൊക്കെ പറയുന്നത്. മിനിമം ആ കൺട്രിയിലുള്ള മിനിമം ഇൻകം എത്രയാണോ അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ, ആ ഒരു ലെവൽ, അതിനെയാണ് നമ്മൾ പോവർട്ടി സ്കെയിൽ അല്ലെങ്കിൽ പോവർട്ടി ലൈൻ എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓൾ ദ എസെൻഷ്യൽ റിസോഴ്സസ് ദാറ്റ് ആർ ആവറേജ് ഹ്യൂമൻ അഡൽട്ട് കൺസ്യൂംസ് ഇൻ 1 ഇയർ. അല്ലെങ്കിൽ പറയാം, ഒരു വർഷം ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നതിൻ്റെ എസെൻഷ്യൽ റിസോഴ്സ് ഉപയോഗിക്കുന്ന ആവശ്യമായിട്ടുള്ള സാധനത്തിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണിത്. The largest of these expenses is typically the rent required to live in an apartment. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്, നമുക്കിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ ആ അപ്പാർട്ട്മെൻറ്റിൽ ഒരു റൂമിന് കൊടുക്കുന്ന റെൻറ്റ് അത് വളരെയധികം കൂടുതലായിട്ടുള്ളൊരു എമൗണ്ടാണ്. സോ ഹിസ്റ്റോറിക്കലി എക്കണോമിസ്റ്റ് ഹാവ് പെയ്ഡ് പെർട്ടിക്കുലർ അറ്റൻഷൻ ടു റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ആൻഡ് ഹൗസിംഗ് പ്രൈസസ് ആസ് ദ സ്ട്രോങ് പോവർട്ടി ലൈൻ അഫക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് പുരാതന കാലം മുതലൊക്കെ തന്നെ എക്കണോമിസ്റ്റുകൾ ഈ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനും അതുപോലെ തന്നെ ഹൗസിംഗ് പ്രൈസസും ഈ 2 ഫാക്ടേഴ്സ് വളരെ പ്രധാനമായിട്ട് നമ്മുടെ ഈ പോവർട്ടി ലൈനിനെ എഫക്റ്റ് ചെയ്യുന്നതാണെന്ന് കണ്ടുപിടിച്ചു. Individually factors are often used to account for various circumstances such as whether one is a parent, elderly, a child, a married, etc. It may be adjusted annually. അപ്പം പല പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല ജീവിത സാഹചര്യത്തിലുള്ള ആളുകളെ നമുക്ക് പല സർക്കംസ്റ്റാൻസസ് വെച്ച് പറയാൻ പറ്റും. അതായത് ഒരു പേരൻറ്റിനുണ്ടാവുന്ന ഒരു പോവർട്ടി ലൈൻ ആയിരിക്കില്ല ചിലപ്പോൾ ഒരു ചൈൽഡിനുണ്ടാവുക, ഒരു മാരീഡിനുണ്ടാവുക. അങ്ങനെ ആളുകളുടെ ഇതനുസരിച്ച് പോവർട്ടി ലൈനിലും വ്യത്യാസം വരാനായിട്ട് പറ്റും. കാരണം അവരുടെ ചുറ്റുപാടിനെ വെച്ചിട്ട് ഇതിലൊരു വേരിയേഷൻ വരാനായിട്ട് സാധിക്കും. പോവർട്ടി ക്യാൻ ബി മെഷേർഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ബൈ ഗവൺമെൻറ്റ്സ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, പോളിസി മേക്കേഴ്സ് ആൻഡ് പ്രാക്ടീഷണർ. പോവർട്ടി ഈസ് അണ്ടർസ്റ്റുഡ് ആസ് മൾട്ടി ഡയമെൻഷണൽ കംപ്രസിംഗ് സോഷ്യൽ, നാച്ചുറൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് സിറ്റുവേറ്റഡ് വിത്തിൻ വൈഡർ സോഷ്യോ പൊളിറ്റിക്കൽ പ്രോസസ്. ദ കേപ്പബിലിറ്റീസ് അപ്രോച്ചസ് ഓൾസോ ആർഗ്യൂസ് ദാറ്റ് ക്യാപ്ചറിംഗ് ദ പെർസെപ്ഷൻസ് ഓഫ് പുവർ പീപ്പിൾ ഇൻ എ ഫണ്ടമെൻ്റൽ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മെഷറിംഗ് പോവർട്ടി. അതായത് പല ലെവലുകളിൽ നമുക്ക് ഈ പോവർട്ടി മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഗവൺമെൻറ്റ്സ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, പോളിസി മേക്കേഴ്സ്, അങ്ങനെ ഇവർക്കെല്ലാം തന്നെ ഈ പോവർട്ടീനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അത് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് എന്താ പറയുക, പോവർട്ടി ഈസ് അണ്ടർസ്റ്റുഡ് ആസ് മൾട്ടി ഡയമെൻഷണൽ കംപ്രസിംഗ് സോഷ്യൽ, നാച്ചുറൽ. അതായത് ഈ പോവർട്ടീനെ നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന മൾട്ടിനാഷണൽ കംപ്രസിംഗ് ഫാക്ടേഴ്സ് കാണും, നാച്ചുറൽ എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ കാണും. അതെല്ലാം എന്താ പറയുക, സോഷ്യോ പൊളിറ്റിക്കൽ പ്രോസസ്സിനിടയിൽ വരുന്നത്. അങ്ങനെ നമുക്ക് പല രീതിയിൽ തന്നെ നമുക്കിതിനെ മെഷർ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ഇൻ പ്രാക്ടീസ് ദ ഒഫീഷ്യൽ പോവർട്ടി ലൈൻ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ദാൻ ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ദാൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പം ഒരു ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മൾ പറയുമ്പോൾ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസിന് കുറച്ച് മുകളിലായിരിക്കും. ഇൻ ഒക്ടോബർ 2015 ദ വേൾഡ് ബാങ്ക് അപ്ഡേറ്റഡ് ദ ഇൻ്റർനാഷണൽ പോവർട്ടി ലൈൻ ഗ്ലോബൽ അബ്സല്യൂട്ട് മിനിമം ടു $1.90 a day. By this measure, the percentage of the global population living in absolute poverty fell from over 80% in 1800 to 10% by 2005, according to United Nations estimates, which found roughly 734 million people remained in absolute poverty. അതായത്
2015 ഒക്ടോബറിൽ വേൾഡ് ബാങ്ക് അപ്ഡേറ്റ് ചെയ്തൊരു കണക്ക് പ്രകാരം ഇൻ്റർനാഷണൽ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് $1.90 പെർ ഡേ. അത്രയും ആളുകൾ പോവർട്ടി ഫേസ് ചെയ്യുന്നുണ്ട് പെർ ഡേയിൽ. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, പല ആളുകളും അബ്സല്യൂട്ട് പോവർട്ടിയിൽ അകപ്പെട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അബ്സല്യൂട്ട് പോവർട്ടിയിൽ എന്താ പറയുന്നത്, ബേസിക് നീഡ്സ് പോലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ആളുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അബ്സല്യൂട്ട് പോവർട്ടി. അതായത് 1800 കാലഘട്ടമായപ്പോഴേക്കും ഓൾമോസ്റ്റ് 80% അബ്സല്യൂട്ട് പോവർട്ടിയിൽ കഴിയുന്ന ആളുകളായിരുന്നു. പക്ഷേ 2015 വന്നപ്പോഴേക്കും അത് 10% മാത്രമായിട്ട് മാറി. എങ്കിലും ഇന്ന് യുണൈറ്റഡ് നേഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്ന കണക്ക് പ്രകാരം 734 മില്യൺ പീപ്പിൾ ഇപ്പോഴും അബ്സല്യൂട്ട് പോവർട്ടിയിൽ തന്നെ അകപ്പെട്ട് കിടക്കുന്നവരാണ്. പക്ഷേ ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു എമൗണ്ട് കുറച്ച് വരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിൽ തന്നെ അകപ്പെട്ട് പോകുന്ന ആളുകൾ ധാരാളമായിട്ട് ഉണ്ട്. The main poverty line is used in OECD and European Union is a relative poverty measure based on the economic distance, a level of income usually set at 60% of the median household income. അതായത് നമ്മൾ മെയിനായിട്ടും ഈ പോവർട്ടി ലൈൻ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ഇൻ യൂറോപ്യൻ യൂണിയനിലും അതുപോലെ തന്നെ OECD ഒരു ഓർഗനൈസേഷൻസ് ആണ്. അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ്സ് എ റിലേറ്റീവ് പോവർട്ടി മെഷർ. അതായത് റിലേറ്റീവ് പോവർട്ടി മെഷറായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബേസ്ഡ് ഓൺ എക്കണോമിക് ഡിസ്റ്റൻസിൻ്റെ ബേസിൽ. അതായത് ഒരു ഇൻകം എന്ന് പറയുന്നത് നമ്മളൊരു 60% സെറ്റ് ചെയ്ത് വെക്കുക ഓഫ് ദ മീഡിയൻ ഹൗസ് ഹോൾഡ് ഇൻകം. നമുക്ക് ഓരോ വീടുകൾക്കും കിട്ടുന്ന ഒരു ആവറേജ് ഹൗസ് ഹോൾഡ് ഇൻകം വെച്ചിട്ട് നമ്മളതൊരു 60% ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ വെച്ച് കമ്പയർ ചെയ്യുക എങ്ങനെ നമുക്ക് പോവർട്ടി ലൈൻ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെയാണ് പല ഓർഗനൈസേഷൻസും പോവർട്ടി ലൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The United States, in contrast, uses an absolute poverty measure. The US poverty line was created in 1963-64 and was based on the dollar cost of the US Department of Agriculture economy plan multiplied by a factor of 3. The multiplier was based on research showing that food costs then accounted for about 1/3 of money income. This one-time calculation has since been annually updated for inflations. അതായത് യു എസ് ആണെങ്കിൽ എന്താ പറയുക, ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് US കാൽക്കുലേറ്റ് ചെയ്യുന്നത് അബ്സല്യൂട്ട് പോവർട്ടി മെഷറാണ്. അതായത് 1963-64 കാലഘട്ടത്തിലാണ് US പോവർട്ടി ലൈൻ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഇക്കണോമിക് ഫുഡ് പ്ലാൻ്റെയൊക്കെ ബേസിൽ അതിന് എന്താ പറയുക 3 ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അതിൽ കാര്യമൊന്നുമില്ല. പിന്നെ ബോത്ത് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പോവർട്ടി മെഷേഴ്സ് ആർ യൂഷ്വലി ബേസ്ഡ് ഓൺ എ പേഴ്സൺസ് ഇയർലി ഇൻകം ആൻഡ് ഫ്രീക്വൻറ്റ്ലി take no account of total wealth. Some people argue that this ignores a key component of economic well-being. Major development and research in this area suggests that standard one-dimensional measures of a poverty based mainly on wealth and calorie consumption are seriously deficient. This is because poverty often involves being deprived on the several factors which do not necessarily correlate with its wealth. Access to the basic needs is an example of a measurement that does not include wealth. Access to basic needs that may be used in measurements of poverty are clean water, food, shelter, and clothing. It has been estimated that people may have enough income to satisfy basic needs but not use it wisely. Similarly, extremely poor people may be deprived if sufficiently strong സോഷ്യൽ നെറ്റ്വർക്ക്സ് ഓർ സോഷ്യൽ സർവീസ് എക്സിസ്റ്റ്. അതായത് നമുക്ക് അബ്സല്യൂട്ട് പോവർട്ടി മെഷറാണെങ്കിലും റിലേറ്റീവ് പോവർട്ടി മെഷറാണെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ആളുടെ ഇയർലി ഇൻകമിൻ്റെ ബേസിലാണ്. പക്ഷേ ഒരു ഇയർലി ഇൻകം വെച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല റിസർച്ചുകളും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റുകളും ഒക്കെ ഈ ഉണ്ടാവുന്ന പല റിസർച്ചുകളാണെങ്കിലും ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ഈ പോവർട്ടിയിൽ ഒരു വൺ ഡയമെൻഷണൽ ഫാക്ടറായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് വെൽത്ത്, അതുപോലെ തന്നെ കലോറി കൺസപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തുമാത്രം ഫുഡ് കഴിക്കുന്നു എന്നുള്ളത്, അതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് പറയാനായിട്ട് പറ്റും.
അതുപോലെ തന്നെ നമ്മൾ ഈ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഗുഡ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ശുദ്ധമായിട്ടുള്ള ഫുഡ് ലഭിക്കുക, വാട്ടർ ലഭിക്കുക, ഷെൽട്ടർ ലഭിക്കുക, ക്ലോത്തിങ് ലഭിക്കുക. ബേസിക് നീഡ്സായിട്ട് നമുക്കിത് വേണമെങ്കിൽ പറയാം. അപ്പം പലർക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനുള്ള ഇൻകം ചിലപ്പോൾ അവർക്ക് കാണും, പക്ഷേ അവരത് വൈസ്ലി ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ ഇവർക്ക് പല ബേസിക് നീഡ്സ് പോലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരിക. അപ്പം അങ്ങനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, അങ്ങനെ വേണമെങ്കിലും ഒരു പോവർട്ടി ഉണ്ടാവാനായിട്ട് പറ്റും. അത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കത് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അവർക്ക് ഇത്രത്തോളം ഇൻകം ഉണ്ട്, അത് വെച്ചിട്ട് അവരുടെ ബേസിക് നീഡ്സ് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, എങ്കിലും അവരുടെ ബേസിക് നീഡ്സ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടതില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർക്ക് ഇൻകം ഉണ്ടായിട്ടും അവർ ശരിയായ രീതിയിൽ അത് വിനിയോഗിക്കുന്നില്ല. അത് തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്ട്രീംലി പുവറായിട്ട് വരുന്ന ആളുകൾക്ക് അവർക്ക് എന്താ പറയുക, ഒരു സോഷ്യൽ നെറ്റ്വർക്കോ അല്ലെങ്കിൽ സോഷ്യൽ സർവീസസോ ഒന്നും തന്നെ, അതായത് ഇപ്പോൾ അന്നേരം അല്ലെങ്കിൽ ആ സമയത്ത് നിലനിൽക്കുന്ന പല സോഷ്യൽ നെറ്റ്വർക്കുകളും സോഷ്യൽ സർവീസ് സിസ്റ്റങ്ങളും ഒന്നും എക്സ്ട്രീംലി പുവറായിട്ടുള്ള ആളുകൾക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ലഭിക്കുന്നുമില്ല. അതും ആ ഒരു കാരണം തന്നെയാണ്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ മേ ബി അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇൻക്രീസ് ചെയ്ത് വരാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെവലപ്പായിട്ട് വേണമെങ്കിൽ വരാം. അപ്പം അതും ഇല്ലാത്ത ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അതായത് നമ്മൾ റിലേറ്റീവ് പോവർട്ടി മെഷർമെൻറ്റ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് തന്നെ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുന്നത്. ഇനി അടുത്തത് ഇൻ്റർനാഷണൽ ഫുഡ് ക്രൈസിസ്. ഇൻ ദ 2018 ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ദ ഫുഡ് ക്രൈസിസ് പ്രൊവൈഡ്സ് ദ ലേറ്റസ്റ്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് സിവിയർ ഹങ്കർ ഇൻ ദ വേൾഡ്. An estimated 124 million people in 51 countries are currently facing crisis food insecurity and wars. Conflict and insecurity continue to be primary drivers for food insecurity in 18 countries, where almost 74 million food insecure people remains in need of urgent അസിസ്റ്റൻറ്റ്. അതായത് 2018 ഗ്ലോബൽ റിപ്പോർട്ട് പ്രകാരം നമുക്ക് ഫുഡ് ക്രൈസിസ് ഉണ്ടാവാം. ഫുഡ് ക്രൈസിസ് ഉണ്ടാകുമെന്ന് വെച്ചാൽ ആളുകൾക്ക് ഫുഡ് ഇല്ലാണ്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. അതായത് ഏകദേശം കണക്കുകൾ പ്രകാരം പറയുന്ന 51 കൺട്രീസിലായിട്ട് 124 മില്യൺ ആളുകളായിരിക്കും ഈ ഒരു ഫുഡ് ക്രൈസിസിനെ നേരിടാനായിട്ട് പോകുന്നത്. അപ്പം കോൺഫ്ലിക്റ്റ് ആൻഡ് ഇൻസെക്യൂരിറ്റി കണ്ടിന്യൂ ടു ബി പ്രൈമറി ഡ്രൈവേഴ്സ് ഫോർ ഫുഡ്. അതായത് 18 കൺട്രീസിൽ അവർ തമ്മിൽ പരസ്പരം ഇതിൻ്റെ പേരിൽ വഴക്കുകൾ വരെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് കണക്കുകൾ വരുന്നത്. അതുപോലെ തന്നെ വേറെ ഓൾമോസ്റ്റ് 74 മില്യൺ ഫുഡ് പീപ്പിൾ റിമെയിൻ ഇൻ ദ അർജൻറ്റ് ഓഫ് അസിസ്റ്റൻറ്റ്. അതുപോലെ തന്നെ 74 മില്യണോളം ആളുകൾ ഈ ഫുഡ് ക്രൈസിസ് വരുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. 74 മില്യൺ ആളുകൾക്ക് ഒരു അർജൻറ്റ് അസിസ്റ്റൻസ് തന്നെ വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനും അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 18 കൺട്രീസിലായിട്ട് കുറച്ച് ആളുകൾ തമ്മിൽ ഇതിൻ്റെ പേരിലൊരു വഴക്കുകൾ ഉണ്ടാകും, പക്ഷേ 74 മില്യൺ ആളുകൾക്ക് അർജൻറ്റായിട്ട് ഇത് ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ അവരുടെ ലൈഫ് അതോടുകൂടി അവസാനിച്ചു എന്നുള്ളൊരു രീതി വരെ വരാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തത്, ലാസ്റ്റ് ഇയേഴ്സ് റിപ്പോർട്ട് ഐഡൻറ്റിഫൈഡ് 108 million people in the food crisis, security and wars across 48 countries. A comparison of 45 countries included in both edition of a report reveals an increase of 11 million people and 11% rise in the number of food insecure people across the world who require urgent humanitarian action. അത് ജസ്റ്റ് ഓരോ കണക്കുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നതേ ഉള്ളൂ. അതായത് ലാസ്റ്റ് ഇയറിലെ കണക്ക് പ്രകാരം 47 കൺട്രീസിലായിട്ട് 108 മില്യൺ ആളുകൾക്കാണ് ഫുഡ് ക്രൈസിസ് നേരിട്ടത്. അതായത് പിന്നീട് അത് 11% ആയിട്ട് കൂടി. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അതിൻ്റെ കണക്കുകൾ കൂടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദ ഇൻ്റർമീഡിയറ്റ് കോസസ് ആർ ദ ലാക്ക് ഓഫ് ഫുഡ് ഈറ്റൺ ആൻഡ് ദ ഇൻഡിവിജ്വൽസ് ലോ റെസിസ്റ്റൻസ് ടു ഡിക്രീസ്. ദീസ് physiological causes have to do with the people's lack of access to enough food and its effects on health. They are the same for everyone suffering from malnutrition. A study proved the famines can occur without any decrease in the available food supply because groups in certain areas no longer have to access food despite its availability. Based on the studies of major 20th century famine, since analysis validity explains the cause of underlying chronic undernutrition in most lands in the West, Latin America, Asia, Africa. Food is very often available in sufficient quantities, but millions of families, usually victims of discrimination and exclusion, do not have access to it. അതായത് ഇതിന് ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഫുഡ്
ശരിയായ അളവിൽ ഫുഡ് കിട്ടാണ്ട് വരുമ്പോൾ നമുക്ക് ഡിസീസുകളോടുള്ള പ്രതിരോധം നമുക്ക് കുറഞ്ഞു വരും. അതായത് ഡിസീസുകളൊക്കെ പെട്ടെന്ന് പിടിപെടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം എന്താ പറയുക, അത് നമ്മുടെ സത്യം പറഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ഫുഡ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ തന്നെ എഫക്റ്റ് ചെയ്യും. നമുക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ ഫലമായിട്ട് മാൽന്യൂട്രീഷൻ, അതായത് നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ വേണ്ടുന്ന ഒരു ന്യൂട്രീഷൻ്റെ അളവുണ്ടല്ലോ, ന്യൂട്രിയൻസിൻ്റെ അളവുണ്ട്. അപ്പോൾ അതിൽ കുറവ് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാകാനായിട്ടുള്ള സാധ്യതയൊക്കെയുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ശരിയായ രീതിയിലുള്ള ഫുഡ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഫുഡ് ഉണ്ടെങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ തന്നെ 20ാം നൂറ്റാണ്ടിൽ നമുക്ക് ഇന്ത്യ, ബംഗ്ലാദേശ്, യൂത്തോപ്യയിലൊക്കെ ഇങ്ങനൊരു ഫാമിൻ, ഇന്ത്യയിലെ എല്ലായിടത്തും അല്ല, ചില ഏരിയാസിലൊക്കെ ഇതുപോലൊരു ഫാമിൻ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ആളുകൾക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ലഭിക്കാതെ വരിക, അതിൻ്റെ ഫലമായിട്ട് അസുഖങ്ങൾ വരിക, അങ്ങനെയുള്ളൊരു ഫാമിൻ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ക്രോണിക് അണ്ടർ ന്യൂട്രീഷ്മെൻറ്റ്, അതായത് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാണ്ട് വരുന്ന ഒരു അവസ്ഥ കൂടി വരുന്നതായിട്ടും കാണാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് സൊമാലിയയിലാണ് ഇന്ന് നമുക്ക് ഏറ്റവും അധികം പട്ടിണി നേരിടുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് സൊമാലിയാണ്. ആളുകൾക്ക് ഒരിറ്റ് വെള്ളം പോലും അവിടെ ലഭിക്കുന്നില്ല. അവിടുത്തെ ആളുകളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടോ? അവരുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ എടുത്ത് നോക്കണം. അവരുടെ ശരീരമൊക്കെ കണ്ടാൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നും. കാരണം അത്രയ്ക്കൊരു ഒരു അവസ്ഥയാണ് അവരുടെ. അത് കാണുമ്പോൾ അവർക്കൊരു എന്താ പറയുക, മാൽന്യൂട്രീഷനാണോ, ക്രോണിക് അൺന്യൂട്രീഷ്മെൻ്റ് ആണോ, എന്താണ് അവരുടെ അവസ്ഥയെന്ന് നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഓരോ ദിവസവും അവിടെയുള്ള ആളുകൾ കഴിഞ്ഞു പോകുന്നത്. ഇതും പറയുന്നുണ്ട്. അതായത് ലാറ്റിൻ അമേരിക്ക, ഏഷ്യ, ആഫ്രിക്കയിലൊക്കെ പല ഫാമിലീസും ഇന്നും ഡിസ്ക്രിമിനേഷനും എക്സ്ക്ലൂഷനും, അതായത് അവരെ പലതിൻ്റെ ബേസിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മേടിക്കുക. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ലഭിക്കാണ്ട് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇൻക്ലൂഡ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. Out of the 848 million chronically malnourished persons in 2005, 50% lived in small farms, 25% rural without any access to land, 10% were pastoral nomads, fishermen, on people who depended in forest on their livelihood, and 20% were living in urban poverty. Moreover, 70% were women. These people have malnourished because they lack sufficiently rights, overproductive resources such as land, water, seed, grains, fish, and the forest, or an income or benefit that would have enabled to acquire food. അതായത് ഓരോരുത്തരും എത്ര പെർസെൻറ്റേജോളം ആളുകൾ എവിടെയൊക്കെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് പറയുക. അതായത് 50%, 2005 കണക്ക് പ്രകാരം 50% ആളുകൾ താമസിക്കുന്ന സ്മോൾ ഫാംസിലാണ്. 20% റൂറൽ ഫാമിലീസിന് താമസിക്കുന്നു. പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് ലാൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ 10% ആളുകൾ ഫിഷർമാനായിട്ടും കാട്ടിലും ഒക്കെ താമസിക്കുന്നു. അവർ മെയിനായിട്ടും അവരുടെ ഇതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിനെ ആയിരിക്കും ആശ്രയിക്കുക. പിന്നെ 20% ആളുകൾ അർബൻ പോവർട്ടിയിൽ താമസിക്കുന്നവരുമുണ്ട്. മോറോവർ 70%-ഓളം സ്ത്രീകൾ മാത്രമാണ്. ഈ പറഞ്ഞിരിക്കുന്ന കണക്കിലെല്ലാം ഏകദേശം 70%-ഓളം സ്ത്രീകളാണുള്ളത്. അപ്പം അവർക്ക് ശരിയായിട്ടുള്ള പല ന്യൂട്രിയൻസ് ഫുഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടാണ്ട് വരുന്നുണ്ട്. അതായത് ഈ ലാൻഡ്, വാട്ടർ, ഫിഷ്, അതുപോലുള്ള നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളുണ്ടല്ലോ, അപ്പോൾ അതുപോലും ശരിയായ രീതിയിൽ വുമൻസിന് കിട്ടാണ്ട് വരുന്നുണ്ട്. The fundamental cause of chronic malnutrition have their roots in the structure of society, whether historical, political, economical, cultural, or even environmental. They explain why most vulnerable groups in the society are deprived for rights to productive resources necessary for gaining access to food. അതായത് നമുക്ക് ഈ ഒരു അണ്ടർ ന്യൂട്രീഷ്മെൻറ്റ് അല്ലെങ്കിൽ ക്രോണിക് അണ്ടർ ന്യൂട്രീഷ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ സ്ട്രക്ചർ തന്നെയാണെന്നാണ് പറയുന്നത്. അതായത് പൊളിറ്റിക്കലി, കൾച്ചറലി, എക്കണോമിക്കലി ഇച്ചിരി ഫോർഹെഡായിട്ടുള്ളവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ ഇതിലെല്ലാം നിന്നും വിട്ടു നിൽക്കുന്ന കുറച്ച് ആളുകൾക്കാണ് ഇതിൽ നിന്നൊക്കെ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ കാരണം എന്നാണ്
പറയുന്നത്. കോൺട്രഡിക്ടറി ടു പ്രിവെയിലിംഗ് ഐഡിയാസ്, ദീസ് ഫണ്ടമെൻ്റൽ കോസസ് ഷുഡ് നോട്ട് ബി റെഡ്യൂസ് ടു വാർസ് ഓർ നാച്ചുറൽ കാറ്റസ്ട്രോഫ്സ്, വൈൽ ആംഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് നാച്ചുറൽ കാറ്റസ്ട്രോഫ്സ് മെയിൻലി ഡ്രഫ് ഓർ ഫ്ലഡ് ടു severe restrict access to food, they affect only 10% of the person suffering from chronic undernutrition. അതായത് നാച്ചുറലി സംഭവിക്കുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ വാറുകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടോ ഏകദേശം 10% ആളുകൾക്ക് ഇങ്ങനെ ക്രോണിക് അണ്ടർ ന്യൂട്രീഷ്മെൻറ്റ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നാച്ചുറലി തന്നെ നമ്മളായിട്ടൊന്നും ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ടൊന്നും ചെയ്യുന്നതല്ല. പക്ഷേ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ ഫലമായിട്ട്, അതായത് മെയിനായിട്ടും വരൾച്ച, വെള്ളപ്പൊക്കം അതുപോലെയൊക്കെ വന്നു കഴിയുമ്പം അവരുടെ ഫുഡ് കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ. അപ്പം അത് നാച്ചുറലി ചില പ്രോസസ്സിലൂടെ ഇങ്ങനെ ഒരു അണ്ടർ ന്യൂട്രീഷ്മെൻറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ വാറുകളൊക്കെ നടക്കുന്ന സമയത്ത്, യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ഉണ്ടാവാം. അപ്പോൾ അത് ഏകദേശം ഒരു 10% ആളുകളിൽ മാത്രമേ ഇങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. Most researchers now agree that the fundamental cause of undernutrition war, political and economic exclusion, social injustice and discrimination. അതായത് ഇപ്പോഴത്തെ എല്ലാ റിസർച്ചേഴ്സും അവരുടെ ഫുൾ സ്റ്റഡീസൊക്കെ ചെയ്തതിന് ശേഷം അവർ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ, ഇങ്ങനെ ക്രോണിക് അണ്ടർ ന്യൂട്രീഷ്മെൻറ്റ് ആളുകളിൽ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക്കൽ എക്സ്ക്ലൂഷൻ, അതുപോലെ തന്നെ സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം എന്നാണ് പറയുന്നത്. Hunger is exclusion from the land, income, job, wages, life and citizenship. അതായത് എന്തിലൊക്കെയാണ് എക്സ്ക്ലൂഷൻ എന്നാണ് ചോദിച്ചത്. അതായത് ലാൻഡ് കൊടുക്കാണ്ട് വരിക, അവർക്ക് ജോലി കൊടുക്കാതെ വരിക, അതുവഴി ഇൻകം, വേജസ് ഒന്നും കിട്ടാണ്ട് വരിക, അപ്പോൾ ശരിയായിട്ടുള്ള ലൈഫ്, സിറ്റിസൺഷിപ്പ് ഒന്നും തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് അവർ കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ എല്ലാ കാര്യത്തിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് വരും? അവർക്ക് പോവർട്ടി വരും. പോവർട്ടി വന്നു കഴിഞ്ഞാൽ ക്രോണിക് അണ്ടർ ന്യൂട്രീഷ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരും. When a person gets into a point of not having anything to eat, it is because all the rest have been denied. This is modern form of exile. It is death in life. അതായത് എന്താ പറയുന്നത്, അപ്പം ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് കൊടുക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിൽ നിന്നും അവരെ ഡിനൈ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സാഹചര്യം പോലും ഇല്ല, എന്തെങ്കിലും കഴിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം പോലും അവർക്ക് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡേൺ ഫോം ഓഫ് എക്സൈൽ എന്ന് പറയുന്നത്. അതായത് മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെ ഒരു മോഡേൺ ഫോം എന്ന് പറയുന്നത് ഇതാണ്. കാരണം ബാക്കിയെല്ലാം ചുറ്റിനുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഡിനൈ ചെയ്യുക, പിന്നെ അവർ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ കഴിക്കും? ഇതാണ് നമ്മുടെ മോഡേൺ ഫോം ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ മരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഇതാണെന്നാണ് റിസർച്ചേഴ്സൊക്കെ പറയുന്നത്. ഓക്കെ.